SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് തീർക്കാത്തവരെല്ലാവരും ഈ വീഡിയോ അവസാനം വരെയും കാണാം. നമ്മുടെ സിലബസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അതിന് വേണ്ടി ഒരു അടിപൊളി കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. ഓക്കെ, റെഡി? മക്കളെ, നിങ്ങളിൽ കുറേ പേരെന്താണ് SSLC സിലബസ് തീർത്ത് 1ഉം 2ഉം റിവിഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്നാൽ കുറേ പേര് സാർ എനിക്ക് കുറച്ച് ചാപ്റ്ററൊക്കെ അറിയാം, പക്ഷേ കുറേ ചാപ്റ്ററൊന്നും ഇനിയും ഞാൻ പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് മാത്സിലൊക്കെ കുറേ ചാപ്റ്റർ എനിക്കൊന്നും അറിയില്ല എന്നാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സാധനം ഞാൻ ഇവിടെ തന്നെ തരാൻ പോവാണ്. ആ സാധനം നിങ്ങളുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങളെല്ലാവരും, ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്കാണ്, ഇതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യും. വീഡിയോ കണ്ടതിന് ശേഷം അപ്പം തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ താഴെ പോയ 2 സാധനങ്ങളുണ്ടാവും. ഒന്ന് SSLC മാത്സ്, പിന്നെ SSLC ഫിസിക്സ്. ഈ SSLC മാത്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാത്സിൻ്റെ 11 ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകളുടെ ലിങ്കും അതിൻ്റെ നോട്ട്സിൻ്റെ ലിങ്കും ഉണ്ടാവും. ഇതെന്തിനാണ് സാർ ഇത്? മക്കളെ, നിങ്ങളിൽ പലരും, എനിക്ക് ഉറപ്പാണ്, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, പിന്നെ എന്താണ് സോളിഡ്സ്, പിന്നെന്താണ് പോളിനോമിയൽസ്, എനിക്കറിയില്ല, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ കുറേ ചാപ്റ്റർ ഇനിയും പഠിക്കാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിലെ ഫസ്റ്റ് പരീക്ഷ നടക്കാൻ പോകുന്ന 9-ാം തീയതിയാണ്. അപ്പോൾ 9-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും 8-ാം തീയതി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 8-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് വരെ പ്രോപ്പറായിട്ട് പഠിക്കാത്ത ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാത്സിൽ, കാരണം മാത്സ് പെട്ടെന്ന് പഠിച്ചെടുക്കൽ നടക്കില്ല. ബയോളജിയും സോഷ്യലൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുത്താൽ അത് തലയിൽ ഓർമ്മയുണ്ടെങ്കിൽ നിൽക്കുമായിരിക്കും, അടുത്ത ദിവസം പരീക്ഷയിൽ പോയി എഴുതാൻ പറ്റും, അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ മാത്സും ഫിസിക്സും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2-3 ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് തീർത്തേ പറ്റുള്ളൂ. ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നിങ്ങളുടെ വീക്കസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഷീറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഷീറ്റിൽ എല്ലാ ക്ലാസ്സും ഉണ്ട്, ആ ക്ലാസ്സുകളുടെ നോട്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് നിങ്ങൾ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക് നോക്കിയാൽ നിങ്ങൾ ബാലൻസ് സാർ അടിപൊളിയായിട്ട് ക്ലാസ് ഏതാണ്ട് 1.25 മണിക്കൂറുണ്ട്. അതിൽ കുറേ ചോദ്യങ്ങളും തിയറി മൊത്തം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ മൊത്തം ക്ലാസ് എന്ത് ചെയ്യുക? കുറച്ച് ഫാസ്റ്റൊക്കെ അടിച്ച് സ്കിപ്പൊക്കെ അടിച്ച് പെട്ടെന്ന് കണ്ടു തീർത്താൽ ഒരു 1.25 മണിക്കൂർ എടുക്കില്ല, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് തീർക്കാം. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ തന്നെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ നോട്ട്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്യാൻ നിർബന്ധമില്ല, ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ആ ഷീറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ അതേ ഷീറ്റിൻ്റെ ലിങ്ക് അത് എപ്പോഴും ഉണ്ടാവും. ആ നോട്ട്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ആ ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ഉണ്ടാവും. നോട്ട്സും ഷോർട്ട് നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും എല്ലാം അടക്കം മൊത്തം സാധനം ഉണ്ടാവും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ കാര്യം ഫിസിക്സിൻ്റെയും ഉണ്ട്. നിങ്ങൾ ഫിസിക്സിൻ്റെ ഏതെങ്കിലും ചാപ്റ്റർ ഇപ്പോൾ ഇതുവരെ തീർത്തില്ല, ഫോർ എക്സാമ്പിൾ കുറേ പേര് പഠിക്കാത്ത ചാപ്റ്റേഴ്സാണ് അവസാനത്തെ 2 ചാപ്റ്റർ, വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സും എനർജി മാനേജ്മെൻറ്റും. പിന്നെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, 3-ാമത്തെ ചാപ്റ്റർ, വൈദ്യുതകാന്തിക പ്രേരണ. അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ചാപ്റ്ററുകളൊന്നും പഠിച്ചു തീർക്കാത്തവർ കൃത്യമായിട്ട് ആ ചാപ്റ്ററുകൾ പഠിച്ച് തീർക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ നമുക്ക് 8-ാം തീയതിക്ക് മുൻപ് എല്ലാ നിങ്ങളുടെ പഠിച്ചു തീർക്കാത്ത ചാപ്റ്റേഴ്സും ആ ബാക്ക്ലോഗ് നമുക്ക് വിളിക്കാൻ, ആ ബാക്ക്ലോഗ് നമ്മൾ തീർത്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനി 1-2 ചാപ്റ്ററൊക്കെ അവിടെ ഇവിടെ തന്നെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യലിലൊക്കെ എനിക്കറിയാം കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ബാക്കിയുണ്ടാവും, അത് കുഴപ്പമില്ല, അത് നമുക്ക് തീർച്ചയായിട്ടും അതിന് മുൻപ് പഠിച്ചെടുക്കാം. പക്ഷേ ഇതൊന്നും പരീക്ഷയുടെ തലയിൽ കയറാൻ പോകുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, ഓൾസോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, സാർ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ എന്തൊക്കെ ചെയ്യും? ഇതിന് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിൻ്റെയും ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ, ഇങ്ങനെ നോട്ട്സും ലൈവ് ക്ലാസ്സും ഉള്ള ഒരു ഷീറ്റിൽ ഇതിൽ തന്നെ ആഡ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്ത് തരുന്നതായിരിക്കും, മടിയൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോവുക. പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ബയോളജിയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, കെമിസ്ട്രീൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കെമിസ്ട്രീൻ്റെയും ബയോളജിൻ്റെ ക്ലാസ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിന്ന് കാണാം. ആകെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നോട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഷീറ്റിൽ തന്നെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ സോഷ്യലിൻ്റെയും പ്ലേലിസ്റ്റ് ഉണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് അതിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അതിലില്ലാത്ത ചാപ്റ്റർ ജസ്റ്റ് ഗൂഗിളിലല്ല, യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, എക്സാമിനർ എന്നും കൂടെ അടിക്കുക, നിങ്ങൾക്ക് ആ ചാപ്റ്റർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ബാക്ക്ലോഗ് തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിൻ്റെ ഓരോ പരീക്ഷയുടെ മുൻപ് നമുക്കുള്ള മാരത്തോൺ ലൈവുകളിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി ഈ വർഷത്തെ പബ്ലിക് പരീക്ഷയിൽ A+ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു സാർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഓൾസോ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോയും അതുപോലെ അതിൻ്റെ ആ ലൈവല്ല ഗൂഗിൾ ഷീറ്റിൻ്റെ ഈ ലിങ്കും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരോടൊക്കെ കാണാൻ പറയുക, പഠിക്കാത്തവരോടൊക്കെ പഠിച്ച് തീർക്കാൻ പറയുക. അവർക്ക് ഏറ്റവും ബെസ്റ്റായ ഒരു സൊല്യൂഷൻ ആയിരിക്കും ഈ സാധനം.
സാധനം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് നിങ്ങളുടെ രീതിയിലും പഠിക്കുക. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 നമ്മുടെ ലൈവുകൾ, മാരത്തോൺ ലൈവുകൾ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് പഠിക്കാൻ മാത്രമല്ല, നമ്മുടെ ഈ A+ലേക്കുള്ള ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു താങ്ങും തണലായിട്ട് നമ്മുടെ ഓരോ ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അവരുടെ വാക്കുകളും അവരുടെ മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സുഖമായിരിക്കും, ഒരു മനസ്സിനൊരു സുഖവും ഒരു സമാധാനമൊക്കെ കിട്ടും. അതിനും കൂടി വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും 7:30 ലൈവിൽ പങ്കെടുക്കുക. ഓക്കെ, അത് പറഞ്ഞതോടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്. മാത്രമല്ല മറക്കരുത്, ഇന്ന് വൈകുന്നേരം അലൻ സാറിൻ്റെ ലൈവായിരിക്കും ഉണ്ടാകുമെന്ന് കൃത്യം 7:30. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം അലൻ സാർ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്സിലെ A+ ചോദ്യങ്ങളാണ്. അതായത് നിങ്ങളെ ആ ഫുൾ A+ലേക്ക് എത്തിക്കാൻ പോകുന്ന, ആ A+ൽ എത്തിക്കാൻ പോകുന്ന കുറച്ച് അടിപൊളി കിടിലൻ ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ലൈവ് മിസ് ചെയ്യരുത്, വൈകുന്നേരം 7:30. ഓക്കെ, അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.